ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ താര അങ്ങനെ കോമ സ്റ്റേജിൽ അങ്ങനെ കിടക്കുകയാണ്. ഓർമ്മയൊന്നും ഇല്ലാണ്ട് അങ്ങനെ കിടക്കുകയാണ്. പക്ഷേ താരയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഓർമ്മശക്തി നഷ്ടപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് രാഹുൽ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. രാഹുൽ എന്തോ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു റീൽസിൻ്റെ ഒരു ഭാഗം കണ്ടിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ റിവ്യൂ പറയണത്. അപ്പോൾ രാഹുൽ ഹോസ്പിറ്റലിൽ വരിക തന്നെ ചെയ്യുമായിരിക്കും, അതുകൊണ്ടിട്ടേക്ക് അത് കണ്ടതല്ലോ. അപ്പോൾ രാഹുൽ വരുമ്പോഴേക്കും നമ്മുടെ താര തീർച്ചയായിട്ടും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും താരക്ക് ചെറിയൊരു ബോധം വരും. കാരണം താരയുടെ മൈൻഡിൽ രണ്ടുപേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന് സരയും പിന്നെ തന്നെ പറഞ്ഞ് ചതിച്ച് വഞ്ചിച്ച രാഹുലും. ഇവർ രണ്ടുപേരുടെ മുഖം താര ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെ കാണുമ്പോൾ താരയുടെ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ വരുമെന്ന് 100% ഉറപ്പാണ്. മിക്കവാറും താരയുടെ ആ ഒരു ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടി ചിലപ്പോൾ രാഹുലിന്റെ പ്രസൻസ് ആയിരിക്കും വേണ്ടി വരുന്നത്. രാഹുലിനെ വലിച്ചു കീറുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഒത്തിരി പേര് കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ല അങ്ങനെ സംഭവിക്കുമെന്ന്, താരക്ക് സംസാരശേഷി കിട്ടുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു ഷോക്ക് പോലെ ആയിട്ട് സംസാരശേഷി കിട്ടുമെന്ന്. ചിലപ്പോൾ അങ്ങനെ കിട്ടാനും മതി, ചിലപ്പോൾ അത് വലിയൊരു ട്വിസ്റ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അങ്ങനെ സംസാരശേഷി കിട്ടുവാണെങ്കിൽ പിന്നെ താര തകർക്കുക തന്നെ ചെയ്യും. കാരണം രാഹുലിന്റെ ചതി എല്ലാവരോടും വിളിച്ചു പറയും. പിന്നെ സരയു തന്റെ മകളാണെന്നുള്ള കാര്യം പറയുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ സംസാരശേഷി കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അതാകുമ്പോഴേക്കും രാഹുലിനെ ഇത്രയും നാൾ പറഞ്ഞ് രാഹുൽ എല്ലാവരും ചതിച്ചുകൊണ്ടിരുന്ന രാഹുലിന് ഒരു തിരിച്ചടി തന്നെയായിരിക്കും അത്. അതിനുശേഷം സരയൂനും അങ്ങനെ തന്നെയാണ്. സരയൂൻ്റെ അഹങ്കാരം ഒത്തിരി ഉണ്ടല്ലോ, അപ്പോൾ അഹങ്കാരം തീർക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇനി താരയുടെ തിരിച്ചുവരവെന്ന് പറഞ്ഞത്. അപ്പോൾ താരയുടെ തിരിച്ചുവരവ് ഇതൊരു ഗംഭീര തിരിച്ചുവരവ് തന്നെയായിരിക്കും. നമ്മൾ ഈ കമൻസിലൊക്കെ കാണുന്ന പോലെ സംസാരശേഷി കിട്ടുമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. നമ്മൾ ഈ കമൻസിൽ കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നുണ്ട് കേട്ടോ. കാരണം ചിലപ്പോൾ അതിൻ്റെ ആൾക്കാർ ആ കമൻസ് കണ്ടിട്ടായിരിക്കാം നമ്മൾ നമുക്ക് ഇഷ്ടം ഇതാണല്ലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ആ രീതിയിൽ കഥ മാറ്റുന്നത്. എന്തായാലും താരക്ക് സംസാരശേഷി കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല എപ്പിസോഡ്സ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.